നമസ്കാരം. 24 റൗണ്ടപ്പിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഗോകുൽ രവി. എന്നോടൊപ്പം കേൾവി പരിമിതരെ സഹായിക്കുവാനായി സോന ജെറി. വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. ആദിവാസി യുവാവ് വിശ്വനാഥനെ ആൾക്കൂട്ട വിചാരണ നടത്തിയെന്ന് സ്ഥിരീകരിച്ച് പോലീസ് റിപ്പോർട്ട്. ആദിവാസിയാണെന്നറിഞ്ഞ് ബോധപൂർവം ചോദ്യം ചെയ്തു. മോഷണക്കുറ്റം ആരോപിച്ച് കയ്യിലുള്ള സഞ്ചി പരിശോധിച്ചു. ജനമധ്യത്തിൽ അപമാനിക്കപ്പെട്ടതിലുള്ള മനോവിഷമത്താലാണ് വിശ്വനാഥൻ ആത്മഹത്യ ചെയ്തതെന്നും പോലീസ് റിപ്പോർട്ടിൽ പരാമർശം. റിപ്പോർട്ടിന്റെ പകർപ്പ് 24 ലഭിച്ചു. അർജുൻ മട്ടന്നൂർ ചേർന്നു കോഴിക്കോട് നിന്ന് വിശദാംശങ്ങളുമായി. അർജുൻ, നേരത്തെ തന്നെ 10-ലധികം ആളുകൾ ഇയാൾക്ക് ഈ വിശ്വനാഥന് ചുറ്റും കൂടി നിന്നതായൊക്കെ പോലീസ് സ്ഥിരീകരിച്ചിരുന്നു. ഈ 100-ലധികം പേരുടെ മൊഴി രേഖപ്പെടുത്തിയെന്നാണ് ഇന്ന് മനുഷ്യാവകാശ കമ്മീഷന് മുന്നിൽ പോലീസ് അറിയിച്ചതും. ഈ മൊഴികളിൽ നിന്നാണോ ഇത്തരത്തിൽ ആൾക്കൂട്ട വിചാരണ എന്ന സ്ഥിരീകരണത്തിലേക്ക് പോലീസ് എത്തുന്നത്? ഗൂഗിൾ മനുഷ്യാവകാശ കമ്മീഷൻ റിപ്പോർട്ട് തേടിയത് പ്രകാരമാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട ഒരു വിശദമായ റിപ്പോർട്ട് മെഡിക്കൽ കോളേജ് ACP ഇന്ന് മനുഷ്യാവകാശ കമ്മീഷന് സമർപ്പിച്ചത്. ഈ റിപ്പോർട്ടിലാണ് നിർണായക വിവരങ്ങൾ ഉള്ളത്. ആൾക്കൂട്ട വിചാരണ നടന്നിട്ടുണ്ട് എന്ന് പോലീസ് സ്ഥിരീകരിക്കുകയാണ്. ഈ മാസം 10-ാം തീയതി പുലർച്ചെ 12:57 ഈ മെഡിക്കൽ കോളേജിലെ മാതൃ ശിശു സംരക്ഷണ കേന്ദ്രത്തിന്റെ ഗേറ്റിന്റെ അടുത്ത് വെച്ചും പരിസരത്ത് വെച്ചും നിരവധി ആളുകൾ ഈ വിശ്വനാഥന്റെ ചുറ്റും കൂടുന്നത് ദൃശ്യങ്ങളിലുണ്ട്. ഏതാണ്ട് 12ഓളം പേർ ചുറ്റും കൂടിയിട്ടുണ്ട്. മാത്രവുമല്ല, അവിടെ പല സ്ഥലത്ത് വെച്ചും ഇത്തരത്തിൽ വിശ്വനാഥനോട് മോഷണക്കുറ്റം അടക്കം ആരോപിച്ച് ആളുകൾ വിചാരണ നടത്തിയിട്ടുണ്ട് എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. വിശ്വനാഥന്റെ കയ്യിലുണ്ടായിരുന്ന സഞ്ചി പരിശോധിച്ചു. മാത്രവുമല്ല, ഈ ജനമധ്യത്തിൽ വിശ്വനാഥൻ അപമാനിക്കപ്പെട്ടു. എന്തായാലും ഈ 12:57 ഈ കൂടുതൽ ആളുകൾ കൂടുന്നു. അത് കഴിഞ്ഞ് ഏതാണ്ട് 5 മിനിറ്റ് കഴിയുമ്പോൾ 1:03 വിശ്വനാഥൻ ഈ ആശുപത്രിയുടെ മതില് ചാടിക്കടന്ന് പുറത്തേക്ക് ഓടുന്നത്. അതിനുശേഷമാണ് ഒരു ദിവസത്തിന് ശേഷം വിശ്വനാഥനെ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. മാത്രവുമല്ല, ഈ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് ഏതാണ്ട് 100-ലധികം ആളുകളെയാണ് പോലീസ് കണ്ടെത്തിയത്. ഇവരുടെയൊക്കെ തന്നെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനിയും 1-2 ആളുകളെ കൂടി പോലീസിന് കണ്ടെത്താനുണ്ട്. എന്നാലും ഈ മൊഴികളിൽ ആരാണ് വിചാരണ നടത്തിയത് എന്ന് തെളിയിക്കുന്ന മൊഴികളൊന്നും തന്നെ ലഭിച്ചിട്ടില്ല. പക്ഷേ അത്തരമൊരു സംഭവം ഉണ്ടായി എന്ന് പോലീസ് സ്ഥിരീകരിക്കുകയാണ്. ഈ സംഭവത്തിൽ ഇപ്പോഴും അന്വേഷണം പൂർത്തിയായിട്ടില്ല എന്ന് പോലീസ് പറയുന്നുണ്ട്. മാത്രവുമല്ല, ഈ വിശ്വനാഥൻ ഈ സുരക്ഷാ ജീവനക്കാരോട് ഇതുമായി ബന്ധപ്പെട്ട് പരാതി പറഞ്ഞിരുന്നു. അതായത്, ഒരു സെക്യൂരിറ്റി ജീവനക്കാരനോട് താൻ പണവും മൊബൈലും മോഷ്ടിച്ചതായി ആളുകൾ പറഞ്ഞു നടക്കുന്നുണ്ട് എന്ന് സെക്യൂരിറ്റി ജീവനക്കാരനായ ഒരാളോട് വിശ്വനാഥൻ പറയുന്നുണ്ട്. അദ്ദേഹം ആരാണ് പറഞ്ഞത് എന്ന് ചോദിച്ചപ്പോൾ പലരും പറഞ്ഞു നടക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അതിനുശേഷമാണ് ഈ സംഭവങ്ങളൊക്കെ തന്നെ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും വിശ്വനാഥനെ ഈ ആളുകൾ ഇത്തരത്തിൽ ആൾക്കൂട്ട വിചാരണ നടത്തി എന്ന് പോലീസ് സ്ഥിരീകരിക്കുകയാണ്. അതേസമയം ആത്മഹത്യ ചെയ്തതാണ് എന്നും പോലീസ് പറയുന്നുണ്ട്. ഈ സംഭവത്തിൽ മനം നൊന്ത് വിശ്വനാഥൻ അതിനുശേഷം ആത്മഹത്യ ചെയ്തു എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. ഗോകുൽ. ശരി, അർജുൻ മട്ടന്നൂരാണ് വിശദാംശങ്ങൾ നൽകിയ. അനാസ്ഥക്കാലഭാവത്തിന് ഒടുവിൽ വിശ്വനാഥന്റെ മരണവുമായി ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ റിപ്പോർട്ടിൽ ഒടുവിൽ അത് ആൾക്കൂട്ട വിചാരണ എന്ന് സ്ഥിരീകരിച്ചുകൊണ്ട് റിപ്പോർട്ട് വന്നിരിക്കുന്നു. മരട് ഫ്ളാറ്റ് പൊളിക്കൽ കേസിൽ ശക്തമായ നടപടിയുമായി വീണ്ടും സുപ്രീം കോടതി. നഷ്ടപരിഹാരം കെട്ടിവെക്കാത്തതിനാൽ ഹോളി ഫെയ്ത്ത് ഫ്ളാറ്റ് ഉടമകളുടെ വസ്തുവകകൾ ജപ്തി ചെയ്യാൻ കോടതി ഉത്തരവിട്ടു. കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഈ മാസം 28-ന് സുപ്രീം കോടതി വീണ്ടും വാദം കേൾക്കും. രാധാകൃഷ്ണൻ ചേരുന്നു ഡൽഹിയിൽ നിന്ന്. ആർക്കെ, ആഴ്ചകൾക്ക് മുൻപാണ് സമാനമായി പൊളിച്ച H2O ഫ്ളാറ്റിന്റെ ഉടമയുടെ വസ്തുവകകൾ കണ്ടുകെട്ടാൻ ജപ്തി ചെയ്യാനുള്ള ഒരു ഉത്തരവ് സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായി. സമാനമായി നടപടികൾ തന്നെയാണോ ഇപ്പോൾ ഹോളി ഫെയ്ത്തിന്റെ കാര്യത്തിലും സുപ്രീം കോടതി നിർദ്ദേശിക്കുന്നത്? തീർച്ചയായിട്ടുമാണ് ഗോകുൽ. ഇതിൽ ഈ ഹോളി ഫെയ്ത്തും സമാനമായിട്ടുള്ള വീഴ്ചകൾ തുടർച്ചയായിട്ട് കാണിക്കുന്നു എന്ന വിലയിരുത്തൽ കോടതി നടത്തി. ആവശ്യമായിട്ട് അഥവാ സാധ്യമാകുന്ന വിധത്തിലുള്ള ഒഴിവുകളും അവധികളും ഒക്കെ ഹോളി ഫെയ്ത്തിനും നൽകി. പക്ഷേ നടപടിക്രമങ്ങൾ പാലിക്കാനോ ആത്മാർത്ഥമായിട്ട് ഈ ശ്രമം നടത്തുന്നു എന്ന് ബോധിപ്പിക്കാനോ അവർക്ക് സാധിച്ചില്ല. ഈ സാഹചര്യത്തിലാണ് ഈ ഹോളി ഫെയ്ത്തിന്റെ എതിരെയായിട്ടുള്ള ജപ്തി നടപടികൾക്ക് തീരുമാനം ഉണ്ടായിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള തുടർ നടപടികളുടെ കാര്യങ്ങളടക്കം ഇനി വരുന്ന ഘട്ടത്തിൽ കോടതി തീരുമാനിക്കും. ഹോളി ഫെയ്ത്തിന്റെ വസ്തുവകകൾ ജപ്തി ചെയ്യാനും ആവശ്യമായിട്ടുള്ള തുക അതിൽ നിന്ന് ലഭിക്കുന്ന വിധത്തിലുള്ള വസ്തുവകകൾ കണ്ടുകെട്ടാനും ഉള്ള തീരുമാനമാണ് കോടതി ഇന്ന് കൈക്കൊണ്ടിരിക്കുന്നത്. ഗൂഗിൾ. ശരി, രാധാകൃഷ്ണനാണ് വിശദാംശങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്. പാലക്കാട് മുതലമട നിവാസികൾ പുലിഭീതിയിൽ. ജനവാസ മേഖലയിൽ ഇറങ്ങിയ പുലി വളർത്തുനായയെ ആക്രമിച്ചു. കള്ളിയൻപാറ പാത്തിപ്പാറയിൽ ജയേഷിന്റെ നായയാണ് പുലി പിടികൂടിയത്. പ്രദേശത്തെ CCTVയിൽ പുലി നായയെ പിടികൂടുന്ന ദൃശ്യങ്ങൾ പതിഞ്ഞു. പാലക്കാട് നിന്ന് നിഖിൽ പ്രമേശ് ചേരുന്നു. നിഖിൽ, തത്തേങ്ങലം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ പുലിഭീതിയിലാണ് പാലക്കാട്ട്. ഈ പുതിയ സ്ഥലത്ത്, അതായത് മുതലമടയിലെ പുലിയുടെ സാന്നിധ്യം അത് മുമ്പ് തന്നെ പരാതി ഉയർന്ന ഒരിടമാണോ? അവിടെ ഈ പുലിയെ പിടികൂടാൻ കൂടോ മറ്റ്
നടപടികളോ വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഇതുവരെ ഉണ്ടായിട്ടുണ്ടോ? ഗോകുൽ, നേരത്തെയും ഈ മുതലമട മേഖലയിൽ നിന്ന് പരാതികൾ ഉയർന്നിട്ടുണ്ട്. അതായത് അജ്ഞാത ജീവി ഇത്തരത്തിലുള്ള വളർത്തുമൃഗങ്ങളെ മറ്റും ആക്രമിക്കുന്നു എന്നുള്ള പരാതികൾ ഉയർന്നിട്ടുണ്ട്. പക്ഷേ ഇത്തരത്തിൽ ദൃശ്യങ്ങളിലടക്കം പതിയുന്നത് ഇത് ആദ്യമായിട്ടാണ്. ഇന്നലെ രാത്രി ഏതാണ്ട് 10:30-യോടെയാണ് ഈ സംഭവം. കള്ളിയൻപാറ പാത്തിപ്പാറയിൽ ജയേഷിന്റെ നായയാണ് പുലി പിടിച്ചത്. പ്രദേശത്തുണ്ടായിരുന്ന ഒരു ക്യാമറയിൽ ഈ പുലിയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞതോടുകൂടി വലിയ രീതിയിലുള്ള ഭീതിയിലായിരിക്കുകയാണ് പ്രദേശവാസികളായിട്ടുള്ള ആളുകൾ. അവർക്കെല്ലാം തന്നെ കുട്ടികളെയൊക്കെ സ്കൂളിലേക്കും മറ്റും അയക്കുന്നതിനും രാവിലെ ജോലിക്ക് പോകുന്ന ആളുകൾക്കും എല്ലാം വലിയ ഭീതി രൂപപ്പെട്ടിരിക്കുന്ന സാഹചര്യമാണ്. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ സമാനമായ രീതിയിൽ പുലിയുടെ സാന്നിധ്യം ശ്രദ്ധയിൽപ്പെടുന്നുണ്ട്. ഗോകുൽ സൂചിപ്പിച്ചതുപോലെ തന്നെ തട്ടേങ്ങലം ജില്ലയുടെ മറ്റൊരു അറ്റമാണ്. അതായത് മലപ്പുറത്തോട് ചേർന്ന് മണ്ണാർക്കാട് ബോർഡർ ആ ഇടത്താണ് ഇത്തരത്തിൽ പുലിയെ കാണപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. മലമ്പുഴയിൽ ഇന്നിപ്പോൾ ഒരു കടുവയുടെ സാന്നിധ്യം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. എന്തായാലും ജനവാസ മേഖലകളിലേക്ക് കൂടുതലായി ഇത്തരത്തിലുള്ള വന്യമൃഗങ്ങൾ എത്തുന്നത് വലിയ തോതിൽ ആളുകളെ ആശങ്കയിലാക്കുന്നുണ്ട്, ഭീതിയിലാക്കുന്നുണ്ട്. അപ്പോഴും വനംവകുപ്പിന്റെ മുന്നിലെ ഏറ്റവും വലിയ വെല്ലുവിളി എന്നുള്ളത് ജില്ലയിലെ ജീവനക്കാരുടെ കുറവും അതോടൊപ്പം തന്നെ RRT സംഘത്തിന്റെയും ഒക്കെ പരിമിതിയാണ്. എന്തായാലും ഇപ്പോൾ ഈ കള്ളിയൻപാറ മേഖലയിൽ പുലിയെ കണ്ടെത്തിയ സാഹചര്യത്തിൽ വനംവകുപ്പിന്റെ കൂടുതൽ ഇടപെടൽ മേഖലയിൽ അനിവാര്യമാണ് എന്നാണ് ജനങ്ങൾ ഇപ്പോൾ പറയുന്നത്. ശരി, പാലക്കാട് മുതലമടയിലാണ് പുലി നായയെ പിടികൂടുന്ന ദൃശ്യങ്ങൾ CCTV-യിൽ പതിഞ്ഞത്. എന്നാലും ആ മേഖലയിലെ ജനങ്ങൾ വലിയ ആശങ്കയിലാണെന്നാണ് നിഖിൽ പ്രമേഷ് റിപ്പോർട്ട് ചെയ്യുന്നത്. സാങ്കേതിക സർവകലാശാല VC നിയമനത്തിന് 3-അംഗ പാനൽ സർക്കാർ ഗവർണർക്ക് കൈമാറി. സാങ്കേതിക വിദ്യാഭ്യാസ ഡയറക്ടർ ബൈജുഭായ്, കോട്ടയം RIC പ്രിൻസിപ്പൽ ഡോക്ടർ C സതീഷ് കുമാർ, സാങ്കേതിക വിദ്യാഭ്യാസ ജോയിന്റ് ഡയറക്ടർ വൃന്ദ വി നായർ എന്നിവരുടെ പേരുകളാണ് പട്ടികയിലുള്ളത്. VA ഗിരീഷ് നൽകും വിശദാംശങ്ങൾ. ഗിരീഷ്, കോടതിയുടെ നിർദ്ദേശത്തെ തുടർന്ന് സർക്കാർ പാനൽ കൈമാറുന്നു. ഇനി ഗവർണറുടെ ഭാഗത്തു നിന്നുള്ള തുടർ നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ്? ഗോകുൽ, താൽക്കാലിക VC നിയമനം സർക്കാരിന്റെ അധികാരമാണെന്ന ഹൈക്കോടതി വിധിയുടെ പകർപ്പ് ലഭിച്ചതിന് പിന്നാലെയാണ് സർക്കാർ ഏറ്റവും പ്രധാനപ്പെട്ട നീക്കത്തിലേക്ക് കടന്നത്. ഇതുമായി ബന്ധപ്പെട്ട് 18 പേരാണ് നേരത്തെ സർക്കാരിന്റെ പട്ടികയിൽ ഉണ്ടായിരുന്നത്. ഇതിൽ നിന്ന് 3 അംഗങ്ങളെ തെരഞ്ഞെടുത്തു. ഇതിൽ സാങ്കേതിക വിദ്യാഭ്യാസ ഡയറക്ടർ ഡോക്ടർ TP ബൈജുഭായ്, അതോടൊപ്പം തന്നെ കോട്ടയം രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി പ്രിൻസിപ്പൽ ഡോക്ടർ C സതീഷ് കുമാർ, സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ വൃന്ദ വി നായർ എന്നിവരാണ് ഈ പട്ടികയിലുള്ളത്. ഈ പട്ടികയാണ് ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി രാജ്ഭവന് കൈമാറിയിരിക്കുന്നത്. രാജ്ഭവനിൽ നിന്ന് ഈ പട്ടിക മറ്റൊന്ന് സംസ്ഥാനത്ത് തിരിച്ചെത്തുന്ന ഗവർണർക്ക് കൈമാറും. തുടർന്ന് ഹൈക്കോടതിയുടെ വിധി ഉൾപ്പെടെ വിശദമായി പഠിച്ച ശേഷവും അതോടൊപ്പം തന്നെ പാനൽ പരിശോധിച്ച ശേഷവുമാവും ഗവർണർ ഏതായാലും തീരുമാനമെടുക്കുക. സർക്കാരിന് ഇക്കാര്യത്തിൽ താല്പര്യം സാങ്കേതിക വിദ്യാഭ്യാസ ഡയറക്ടർ ഡോക്ടർ TP ബൈജുഭായിയെ താൽക്കാലിക VC സ്ഥാനത്തേക്ക് കൊണ്ടുവരണം എന്നുള്ളതാണ്. ഇത് സംബന്ധിച്ച് നേരത്തെ തന്നെ സർക്കാർ ആശയവിനിമയം നടത്തിയിരുന്നു. സാങ്കേതിക സർവകലാശാല VC നിയമനത്തിനാണ് സർക്കാർ 3-അംഗ പാനൽ ഗവർണർക്ക് കൈമാറിയിരിക്കുന്നത്. അടൂരിൽ അതിർത്തി തർക്കത്തിനിടെ കൊല്ലപ്പെട്ട സുജാതയുടെ മക്കൾ പോലീസ് കസ്റ്റഡിയിൽ. സൂര്യലാൽ, ചന്ദ്രലാൽ എന്നിവരെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. കുറുമ്പകരയിൽ മണ്ണെടുപ്പ് സ്ഥലത്തുണ്ടായ അക്രമത്തിൽ ഇരുവരും പ്രതികളാണ്. സുജാതയുടെ സംസ്കാരം കഴിഞ്ഞ ഉടനെയായിരുന്നു പോലീസ് നടപടി. ശ്യാംകുമാർ ചേരുന്നു വിശദാംശങ്ങളുമായി. ശ്യാം, ഈ സുജാതയുടെ മരണവുമായി ബന്ധപ്പെട്ട ഒരാളെ നേരത്തെ കസ്റ്റഡിയിലെടുത്തിരുന്നു. ഇപ്പോൾ ഈ മക്കളെ കസ്റ്റഡിയിലെടുക്കുന്നത് ഇതൊരു ഗുണ്ടാ കുടിപ്പകയുടെ ഭാഗമായി നടന്ന ആക്രമണം എന്ന നിഗമനത്തിലാണോ? തീർച്ചയായും സുജാതയുടെ മക്കളെ കസ്റ്റഡിയിലെടുത്തത് മറ്റൊരു കേസിൽ പ്രതികളായതുകൊണ്ട് മാത്രമല്ല, അവരെ കസ്റ്റഡിയിലെടുത്തില്ലെങ്കിൽ വീണ്ടും അക്രമ സാധ്യത ഉണ്ട് എന്ന ഇൻ്റലിജൻസ് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് കസ്റ്റഡി പോലീസ് എടുത്തിരിക്കുന്നത്. നേരത്തെ സുജാതയെ ആക്രമിച്ച കേസിലാണ് അനീഷ് എന്ന് പറയുന്ന ആളെ ഇന്നലെ രാത്രി കസ്റ്റഡിയിലെടുത്തിരുന്നത്. ഇയാളെ കസ്റ്റഡിയിൽ പോലീസ് ചോദ്യം ചെയ്ത് വരികയാണ്. ഇതിനു പിന്നാലെയാണ് ഇന്ന് വൈകിട്ട് സുജാതയുടെ ശവസംസ്കാര ചടങ്ങുകൾ വീട്ടുവളപ്പിൽ നടന്നത്. ഈ ചടങ്ങുകൾ പൂർത്തിയായ ഉടൻ തന്നെ അടൂർ CIയുടെ നേതൃത്വത്തിൽ സൂര്യലാലിനെയും ചന്ദ്രലാലിനെയും കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. പിന്നീട് ഇവരെ ഏനാത്ത് പോലീസിന് കൈമാറി. ഏനാത്ത് സ്റ്റേഷൻ പരിധിയിലാണ് വസ്തുതർക്കവുമായി ബന്ധപ്പെട്ടുള്ള അക്രമം ആദ്യമുണ്ടായത്. ഇതിൻ്റെ പക തീർക്കാനാണ് ഒരു സംഘം ആളുകൾ ഈ സൂര്യലാലിനെയും ചന്ദ്രലാലിനെയും തിരക്കി വീട്ടിൽ വരികയും ഇവരെ കാണാത്ത ദേഷ്യത്തിൽ അമ്മയെ ആക്രമിക്കുകയും ചെയ്തത്. ഈ അക്രമത്തിലാണ് സുജാത കൊല്ലപ്പെടുന്നത്. ഏതായാലും ഈ കേസിൽ നിലവിൽ 3 പേരാണ് പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്. ആരുടെയും അറസ്റ്റ് ഇതുവരെ രേഖപ്പെടുത്തിയിട്ടില്ല. ശരി, ശ്യാംകുമാറാണ് പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. തൃശൂർ ഉത്രാളിക്കാവിൽ വെടിക്കെട്ടിന് അനുമതി. ഇന്ന് രാത്രി 8-ന് നടക്കുന്ന പറപ്പുറപ്പാടിന്റെ ഭാഗമായുള്ള വെടിക്കെട്ടിനാണ് അനുമതി ലഭിച്ചത്. കളക്ടറുടെ സാന്നിധ്യത്തിൽ നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. സുർജിത്ത് അയ്യപ്പത്ത് ചേരുന്നു വിശദാംശങ്ങളുമായി. സുർജിത്ത്, കഴിഞ്ഞ ദിവസം അനുമതി നിഷേധിക്കുകയാണ് ചെയ്തത് വെടിക്കെട്ടിന്. ഇന്ന് ഉണ്ടായ ചർച്ചയിൽ എന്തൊക്കെ ധാരണപ്രകാരമാണ് അനുമതി നൽകിയത്? ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഗൂഗിൾ ചർച്ച അവസാനിച്ചത്. ഉത്രാളിക്കാവിൽ ഇന്ന് രാത്രി 8 മണിക്കാണ്
പുറപ്പാടിന്റെ ഭാഗമായുള്ള വെടിക്കെട്ട് നടക്കേണ്ടത്. ഇതിന് അനുമതി ലഭിച്ചിരിക്കുകയാണ്. ഇന്നലെയാണ് അനുമതി നിഷേധിച്ചത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് കളക്ടറുടെ സാന്നിധ്യത്തിൽ ഇന്ന് യോഗം ചേർന്നു. ഹൈക്കോടതി ഈ തീരുമാനം, അതായത് വെടിക്കെട്ട് നടത്തുന്നതിനുള്ള അനുമതി നിഷേധിച്ചതിനെ തുടർന്ന് ദേശങ്ങൾ ഹൈക്കോടതി സമീപിച്ചിരുന്നു. ഹൈക്കോടതി ഇക്കാര്യം ADM-നോട് ഇവരുടെ വിശദീകരണം കൂടി, ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളുടെ വിശദീകരണം കൂടി കേൾക്കണം എന്നുള്ള നിർദ്ദേശം ഹൈക്കോടതി മുന്നോട്ട് വെച്ചു. ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് ഇന്ന് യോഗം ചേർന്നത്. യോഗത്തിൽ കളക്ടറുടെ സാന്നിധ്യത്തിൽ നടന്ന യോഗത്തിൽ സേവ്യർ ചിറ്റലപ്പള്ളി MLA, സിറ്റി പോലീസ് കമ്മീഷണർ അങ്കിത് അശോക്, അതോടൊപ്പം തന്നെ ആഘോഷ കമ്മിറ്റി ഭാരവാഹികൾ, ADM തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു. ഈ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ സുരക്ഷ ഉറപ്പാക്കി വെടിക്കെട്ട് നടത്തുമെന്ന് ആഘോഷ കമ്മിറ്റി ഭാരവാഹികൾ ഉറപ്പു നൽകി. അതോടൊപ്പം തന്നെ വെടിക്കോപ്പുകൾ സൂക്ഷിക്കാൻ മാഗസിൻ സജ്ജമാണ് എന്നും ഭാരവാഹികൾ യോഗത്തെ അറിയിച്ചു. ആവശ്യമായ സുരക്ഷയൊരുക്കാൻ പോലീസിനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇന്നലെയാണ് ഈ അനുമതി നിഷേധിച്ചത്. ഇതുമായി ബന്ധപ്പെട്ടാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. എന്തായാലും നിലവിൽ ഇപ്പോൾ സുഗമമായ രീതിയിൽ തന്നെ വെടിക്കെട്ട് നടക്കും. അതിനുള്ള നീക്കമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 8 മണിക്കാണ് വെടിക്കെട്ട് നടക്കുക. ശരി സുജിത്ത്, ഏറെ പ്രശസ്തമായ തൃശൂർ ഉത്രാളക്കാവിലെ വെടിക്കെട്ടിന് ഒടുവിൽ അനുമതി ലഭിച്ചിരിക്കുന്നു എന്ന വിവരമാണ് സുജിത്ത് പങ്കുവച്ചത്. പത്തനംതിട്ട മണിയാർ 4 മുക്കിൽ വനത്തിൽ അസ്ഥികൂടം കണ്ടെത്തി. സമീപത്തു നിന്ന് പാൻസ്, ഷർട്ട്, വാച്ച് എന്നിവയും പോലീസ് കണ്ടെടുത്തു. സ്ഥലത്ത് പരിശോധന നടത്തുകയാണ്. S. ശ്യാംകുമാർ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ശ്യാം, പ്രാഥമിക പരിശോധനയിൽ പോലീസിന്റെ നിഗമനം എന്താണ്? ഗോകുൽ, ഇന്ന് വൈകിട്ടാണ് 4 മുക്കിൽ ചിറ്റാർ 4 മുക്കിൽ വനത്തിനുള്ളിൽ നിന്ന് അസ്ഥികൂടം കണ്ടെത്തിയത്. അസ്ഥികൂടത്തിന് 3 മാസത്തെ പഴക്കമുണ്ട് എന്നുള്ളതാണ് നിലവിൽ പോലീസ് പ്രാഥമിക നിഗമനത്തിൽ എത്തിയിരിക്കുന്നത്. അവിടെ ഫോറൻസിക് ഉദ്യോഗസ്ഥരടക്കം എത്തി തെളിവ് ശേഖരിക്കുകയും ചെയ്തു. അസ്ഥികൂടത്തിൻ്റെ അടുത്ത് നിന്ന് ദ്രവിച്ച ഷർട്ടും പാൻറ്റും കണ്ണാടിയും മറ്റ് മരുന്നുകളുമൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്. ഏതായാലും ഇതെല്ലാം പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ശാസ്ത്രീയമായ തെളിവ് ശേഖരണവും പ്രദേശത്ത് നടക്കുന്നുണ്ട്. അവിടെ നിന്ന് ലഭിച്ച അസ്ഥികൾ ശാസ്ത്രീയമായി തന്നെ ശേഖരിച്ച് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കാനാണ്, പോസ്റ്റ്മോർട്ടത്തിന് അയക്കാനാണ് പോലീസിൻ്റെ തീരുമാനം. ഏതായാലും മിസ്സിംഗ് കേസുകൾ ഉൾപ്പെടെ പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഏത് സാഹചര്യത്തിലാണ് വനത്തിനുള്ളിൽ ഇത്തരത്തിലൊരാൾ എത്തിപ്പെടുകയും അവിടെ അസ്ഥികൂടം കാണപ്പെടുകയും ചെയ്തതെന്ന് പോലീസ് പരിശോധിക്കുന്നുണ്ട്. സംഭവത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ദുരൂഹതകളുണ്ടോ എന്നും ചിറ്റാർ പോലീസ് പരിശോധിക്കുകയാണ്. ഗോകുൽ, ശരി, ശ്യാം ആണ് വിവരങ്ങൾ നൽകിയത്. പത്തനംതിട്ട മണിയാറിലാണ് 3 മാസത്തോളം പഴക്കമുള്ള അസ്ഥികൂടം കണ്ടെത്തിയത്. തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിത്യപൂജാ സാധനങ്ങൾ വാങ്ങുന്നതിൽ കൺസ്യൂമർ ഫെഡിന് മാത്രം 90 ലക്ഷം രൂപ കുടിശ്ശിക. പണമടച്ചില്ലെങ്കിൽ നാളെ മുതൽ സാധനങ്ങൾ നൽകില്ലെന്നാണ് കൺസ്യൂമർ ഫെഡ് അറിയിച്ചത്. സ്റ്റോർ കീപ്പർ ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് കത്ത് നൽകി. തിരുവനന്തപുരത്ത് നിന്ന് VA ഗിരീഷ് ചേരുന്നു വിശദാംശങ്ങളുമായി. ഗിരീഷ്, ഈ നിത്യപൂജ തന്നെ പ്രതിസന്ധിയിലാകുന്ന തരത്തിലേക്ക് ഇങ്ങനെ ഒരു കുടിശ്ശിക വന്നത് എന്തുകൊണ്ടാണ്? ക്ഷേത്രം ഭാരവാഹികൾ നൽകുന്ന വിശദീകരണം എന്താണ്? ഗോകുൽ, ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ആണ് ഇപ്പോഴത്തെ ഇത്തരത്തിൽ അസാധാരണമായ ഒരു പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നത്. ക്ഷേത്രത്തിലേക്ക് നിത്യദാനത്തിലും അന്നദാനത്തിലുമായി കൺസ്യൂമർ ഫെഡിൽ നിന്നാണ് സാധനങ്ങൾ വാങ്ങിയിരുന്നത്. ഈ ഇത്തരം സാധനങ്ങൾ വാങ്ങിയ വകയിൽ ക്ഷേത്ര ഭരണസമിതി 90 ലക്ഷം രൂപയോളം കൺസ്യൂമർ ഫെഡിന് നൽകാനുണ്ട്. 74 ലക്ഷം രൂപയോളമാണ് ഡിസംബർ മാസം വരെയുള്ള കടത്തിന്റെ കണക്ക്. തുക നൽകാത്തതിനെ തുടർന്ന് ഇന്നു മുതൽ ആ സാധനങ്ങൾ വിതരണം ചെയ്യില്ല എന്ന് കൺസ്യൂമർ ഫെഡ് അറിയിച്ചിട്ടുണ്ട്. ഇക്കാര്യം സ്റ്റോർ കീപ്പർ എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് റിപ്പോർട്ടായി നൽകിയിട്ടുമുണ്ട്. ഇത്തരത്തിൽ വലിയൊരു പ്രതിസന്ധിയിലേക്കാണ് പത്മനാഭസ്വാമി ക്ഷേത്രം പോകുന്നത്. കാരണം വലിയ തരത്തിലുള്ള വരുമാനം ക്ഷേത്രത്തിലേക്ക് ലഭിച്ചുവെങ്കിലും ഇക്കാര്യം കൈകാര്യം ചെയ്യുന്നതിൽ ഭരണസമിതിക്കുണ്ടായ വീഴ്ചയാണ് ഇത്തരത്തിലുള്ള പ്രതിസന്ധിക്ക് കാരണമെന്നാണ് ഇപ്പോൾ ജീവനക്കാരും അതോടൊപ്പം തന്നെ ഭക്തരുമെല്ലാം ആരോപിക്കുന്നത്. ഗോകുൽ, ശരി, VA ഗിരീഷാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണനിരക്ക് സമർപ്പിക്കുന്നത് സംഗീത ജ്വല്ലറി, രാജാജി റോഡ് ആൻഡ് ഇടപ്പള്ളി. കർണാടകയിലെ ചിത്രദുർഗയിൽ അജ്ഞാത വാഹനമിടിച്ച് പുലി ചത്തു. ഇന്നലെ രാത്രി ചിത്രദുർഗയിലെ DS ഹള്ളിയിലാണ് സംഭവം. ഹൈവേ മുറിച്ചു കടക്കുന്നതിനിടെ വാഹനം ഇടിച്ചതാകാമെന്നാണ് പ്രാഥമിക നിഗമനം. വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. DS ഹള്ളി മേഖലയിൽ പുലിയുടെ സാന്നിധ്യം നേരത്തെയും കണ്ടെത്തിയിട്ടുണ്ട്. ഇതിനു മുൻപ് മേഖലയിൽ ഇറങ്ങിയ പുലിയെ നാട്ടുകാർ കൊന്നിരുന്നു. സംഭവത്തിൽ വനംവകുപ്പ് അന്വേഷണം ആരംഭിച്ചു.
സംസ്ഥാനത്തെ എല്ലാ സ്വകാര്യ ബസ്സുകളിലും ക്യാമറ സ്ഥാപിക്കണമെന്ന നിർദ്ദേശത്തിൽ സമയം നീട്ടി നൽകണമെന്നാവശ്യപ്പെട്ട് സ്വകാര്യ ബസ് ഉടമകളുടെ സംഘടനകൾ ഗതാഗത മന്ത്രിയുമായി ചർച്ച നടത്തി. ഈ മാസം 28-ന് മുൻപ് ക്യാമറ സ്ഥാപിക്കണമെന്നായിരുന്നു ഗതാഗത വകുപ്പിന്റെ കർശന നിർദ്ദേശം. ഇത് നടപ്പിലാക്കാൻ പ്രായോഗിക ബുദ്ധിമുട്ട് ഉണ്ടെന്നാണ് സ്വകാര്യ ബസ് ഉടമകളുടെ സംഘടനകൾ പറയുന്നത്. ഓരോ ബസ്സും ഫിറ്റ്നസിന് ഹാജരാക്കുന്നതുവരെ സാവകാശം നൽകിയാൽ മാത്രമേ സർക്കാർ നിശ്ചയിച്ച രീതിയിൽ ക്യാമറകൾ സ്ഥാപിക്കാനാകൂവെന്നും ഉടമകൾ പറയുന്നു. അമിത വേഗതയും മത്സരയോട്ടവും കാരണം അപകടങ്ങളുടെ എണ്ണം കൂടിയതോടെയാണ് ഗതാഗത വകുപ്പിന്റെ നടപടി. ഇതോടെ 24 പൂർണ്ണമാകുന്നു.